RLVയിൽ ചേർന്ന കാലഘട്ടത്തിലാണോ ഗാനഗന്ധർവൻ യേശുദാസുമായിട്ടുള്ള അതെ അതെ അതെ. ആ ഒരു ഞാൻ അനുഭവങ്ങൾ? അല്ല, ഞാൻ ചെന്നതിന്റെ അടുത്ത വർഷമാണ് ജൂനിയർ ആയിരുന്നു. യേശുദാസും വരുന്നത്. ആ അനുഭവങ്ങളൊക്കെ ഒന്ന്. അതെ. അപ്പൊ ഈ ഇത് അവാർഡൊക്കെ കിട്ടിയോണ്ട് പിന്നെ ഗാനഭൂഷൺ 3 വർഷമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 1 വർഷം കുറച്ച് തരും ഇത് കയറണം. അപ്പോൾ 2 വർഷം മതി. അപ്പൊ അവിടെ പാട്ടിന് ചേർന്ന് ഈ പാട്ടിന് ചേർന്നതിൽ എനിക്ക് ഇതിപ്പറ്റി ഒരു സന്തോഷമില്ല. കാരണം എന്നറിയാവോ, ഏത് ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നവരും വായ്പാട്ട് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ രാഗഭാവം, ഒരു കീർത്തനത്തിന്റെ ഭാവം മുഴുവൻ അതിനകത്ത് ആ സാഹിത്യം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആ പാട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ആ പാട്ട് ഇങ്ങനെ ഈ രാഗം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിന് ഈ അനുസ്വരങ്ങൾ ഒരുപാട് വരും. നേരെ ഇപ്പൊ നമ്മള് ജനനീ അമ്പ എന്നുള്ളതിന്റെ ആ ഫ്ലോ ഉണ്ടല്ലോ, അത് സ്വരം വെറും നൊട്ടേഷൻ വരുമ്പോൾ വെറും സ്വരം മാത്രമേ വരത്തുള്ളൂ. ഇതിപ്പോ അങ്ങനല്ല. ആ അമ്പ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ രാഗത്തോടു കൂടി നമ്മളങ്ങനെ വരിക. അപ്പൊ നമുക്ക് ആ ഭാവന വായിക്കുമ്പോഴും പാടുമ്പോഴും നമുക്ക് കൂടുതൽ അതിനകത്ത് ആ ഭാവം കൊടുക്കാൻ സാധിക്കും. അപ്പൊ എനിക്ക് അവിടെ പഠിച്ചുകൊണ്ട് വളരെ പ്രയോജനം എനിക്ക് ഒരുപാട് ഉണ്ടായി ആ കീർത്തനത്തിലോട്ട്. 2ാമത്തെ വർഷമായപ്പോൾ യേശുദാസും അവിടെ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ എറണാകുളത്താണ് താമസം. തൃപ്പൂണിത്തുറ അക്കാഡമിയാണെങ്കിലും എറണാകുളത്ത് തന്നെ അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു താമസം. അപ്പൊ യേശുദാസ് വന്ന് ഫോർട്ട് കൊച്ചിന് ബോട്ട് കയറി അവിടെ KSRTC അവിടെ വരും. അവിടെ വന്നിട്ട് പിന്നെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞങ്ങൾ 2 കൂടെ തൃപ്പൂണിത്തുറ വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ. അപ്പൊ അവിടെ വന്നു ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ കൂടും. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വേറൊരു ചന്ദ്രൂർ ഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു മുറിയൊക്കെ എടുത്ത് അവിടെ താമസമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ കുറെ നേരം പാടിയൊക്കെ ഇങ്ങനെ കിട്ടും. പിന്നെ ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. കഴിക്കാനൊക്കെ വലിയ പ്രയാസം. ആ ഒരു രീതിയായിരുന്നു അന്നത്തെ അതിൻ്റെ ജീവിത രീതി. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴും അച്ഛന് തീരെ സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞത് ദാസ്. ശരി, ഞാനിവിടെ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം അച്ഛൻ്റെ അവിടെ ഫോർട്ട് കൊച്ചിയിൽ പോയി. അവിടെ ചെന്ന് വന്നപ്പോൾ അഗസ്റ്റൻ ജോസഫ് പണ്ടത്തെ വലിയ നാടക ഇതല്ലേ അദ്ദേഹം. അതുപോലെ അപ്പൊ ഇവര് അച്ഛനും മകനും സംസാരിക്കുന്ന ചില കൂട്ടുകാരും സംസാരിക്കുന്ന മാതിരിയാണ്. അല്ലാണ്ട് ഒരു അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെ. ഇപ്പൊ ഞാൻ ചേട്ടാ എൻ്റെ അച്ഛൻ ഇതുപോലെ അല്ലല്ലോ ഞാൻ. എൻ്റെ അച്ഛനൊക്കെ അവിടെ ഇരിക്കുന്നിടത്ത് പോലും എനിക്ക് ഇരിക്കാൻ മേല, നിൽക്കാൻ അവിടെ മാറി വേണം. ഇതങ്ങനെയൊക്കെ കൂട്ടുകാരെ പോലെ അടുത്തിരുത്തി അങ്ങനെ കൊഞ്ചലും കുഴയിലും ഒക്കെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഇവരോടൊന്നും പറയണം, വെളുപ്പിൽ എഴുന്നേറ്റ് സാധനം ചെയ്യാൻ പറയണം. അവൻ ഭയങ്കര മടിയന, ഒരു ചോവില്ല ഇവരിങ്ങനെ. അതൊന്നും കുഞ്ഞൊന്നും പ്രത്യേകം പറഞ്ഞു. ഞാൻ പറഞ്ഞോണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശാദ് പറഞ്ഞ് അച്ഛൻ അങ്ങനെയൊക്കെ എനിക്ക് പറയും. ആദ്യം ശരി ഒന്ന് ദേശങ്ങളൊന്നും. പിന്നെ ഞങ്ങൾ വളരെ കുറെ നേരം ഇതിനെയൊക്കെ കുറേ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവിടെ ഞാൻ യാത്ര പറ്റി. അങ്ങനെ 2 പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ചിരിച്ച് ഇങ്ങനെ വരും. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കൂടും. കുറെ നേരം ഇങ്ങനെ അവിടെ മുറി പോയിരുന്നു പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സുഹൃത്ത് വേണ്ടിയായിരുന്നു. പലയിടത്തും ഗാനം എഴുതിയിട്ട്. പിന്നെ ഗാനഭൂഷണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ തന്നെ പോന്നു. അതിനിടയ്ക്ക് ഞാൻ ഇന്റർമീഡിയറ്റിൽ എനിക്ക് ഈ കിട്ടാനുള്ള പാർട്ടൊക്കെ ഞാൻ എഴുതിയെടുത്തു പിന്നെ ഞാൻ ഈ ഗവൺമെന്റ് കോളേജ് ചിറ്റൂര് പാലക്കാടിനടുത്ത് അവിടെ പോയി BAക്ക് മ്യൂസിക്കും ഫിലോസഫി എടുത്ത് ഇതിൽ ചേർന്നു. അവിടെ ചെന്നിട്ട് അത് 2 കൊല്ലം. സാധാരണ ഈ പ്രീ കഴിഞ്ഞാൽ 3 കൊല്ലമാണ്. ഇതിപ്പോൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞുകൊണ്ട് 2 കൊല്ലമായിരുന്നു. അവിടെ പോയി ഫസ്റ്റ് ക്ലാസ് തന്നെ ഇത് എല്ലാം പാസ്സായി. തിരിച്ചിവിടെ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്ത് ഞാൻ ഗാനപ്രവീണം എന്നും പറഞ്ഞ ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംഗീതത്തില് സംഗീത അക്കാദമിയിലാണ്. അതെ, സ്വാഗതനാൾ സംഗീത കോളേജ്. അന്ന് പ്രിൻസിപ്പല് ശമാഗുരു ശ്രീനിവാസയ്യർ അദ്ദേഹം. എന്നാ പിന്നെ അത് അങ്ങനെങ്കിലുമായിട്ട് ഇപ്പൊ വേറെ ഇതില് ഗാനപ്രവീണയ്ക്ക് ചേർന്ന് അപ്പൊ സ്വാമിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ
1 മണിക്കൂർ ക്ലാസ് ആണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പാടി വരുമ്പോഴത്തേക്ക് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു മൂന്ന് പീരീഡ് ആയി പോകും. അങ്ങനെ ഒരുപാട് നല്ല അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആ കീർത്തനങ്ങൾ പാടുന്ന വിധവും കീർത്തനങ്ങൾ സംഗതി കൊടുക്കുന്ന ആ രാഗഭാവം കൊടുക്കുന്ന രീതികളും ഒക്കെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ ഒരു തവണ ഈ ക്ലാസ്സിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, എന്നെ നോക്കി പറഞ്ഞു, നീ ഒന്നും അന്ത പെരിയവങ്ങൾ നാസുരം കേട്ടതില്ലേ? എന്നോട് ചിന്ന വയസ്സിൽ അന്ത ശമ്മാങ്കുടിയിലും പക്കത്തിലുള്ള ഗ്രാമത്തിലല്ല பெரிய நாதஸ்வர வித்வான் அந்த சுவாமி புறப்பாடு ஞான வரும். சுவாமி புறப்பாடு வரும்போது ആ പെരിയ നാദസ്വര വിദ്വാൻകൾ എന്താ സാധനമായിരുന്നു ശുചി. ആ നാദസ്വരത്തിൽ ഇവര് ചെറിയ നാദസ്വരം അല്ലാണ്ട് ഇപ്പോഴത്തെ നാദസ്വരമല്ല, ചെറിയ നാദസ്വരം. ആ നാദസ്വരത്തില് മണിക്കണക്കാ രാഗം ഭാഷ പറയണ, മണിക്കണക്കാ രാഗം ഭാഷ പറയണം. அந்த ராகம் கேட்டு கேட்டுதான் என்னோட ராக ஞானம் வளர்ந்தது. അത് കേട്ട് ഒരു രാഗം എടുത്താൽ 4-5 മണിക്കൂറാണ് വായിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ അരമണിക്കൂറും 10 മിനിറ്റും ഒന്നും അല്ല വായിക്കുന്നത്. 4-5 മണിക്കൂർ ഇങ്ങനെ വായിക്കുക. അപ്പൊ ആ വായന കേട്ടാണ് എൻ്റെ രാഗജ്ഞാനം വളർന്നത് അദ്ദേഹം പറഞ്ഞത്. അതേ മാത്രമല്ല, അന്നത്തെ നാദസ്വരം വായന കേട്ട് മധുര സോമസുന്ദരം, ജയൻ ബാലസുബ്രഹ്മണ്യം, ഈ മുടക്കുണ്ടാൽ വെങ്കട്ടരാമയ്യർ, ഇവരെല്ലാം ഈ നാദസ്വരത്തിന്റെ രാഗാലാപന കേട്ട് വളർന്നെല്ലാം അവര് വളർത്തിയിരിക്കുന്ന മുഴുവൻ. അങ്ങനെ ഒരുപാട് ഈ നാദസ്വരം ഈ സംഗീതത്തിന്റെ ശാഖയ്ക്ക് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട് ഈ രാഗത്തിന്റെ കാര്യത്തില്. അപ്പൊ ഇത് ഞാൻ എല്ലാം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വർഷത്തെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത വർഷം എനിക്ക് ആളിന്റെ റേഡിയോയില് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പ്രോഗ്രാം അനൗൺസർ എന്നും പറഞ്ഞുണ്ടാകും ഒരു ഇന്റർവ്യൂ വന്ന്. എനിക്ക് അതിനെപ്പറ്റി വിവരങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഈ അനൗൺസറിന്റെ ഉദ്യോഗം എന്ന് പറയാനൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും ഒരു ഉദ്യോഗം വേണം. അതിന് കലയും കൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരു ധൈര്യം പോരാതെ വന്നു. ഏതായാലും അപ്ലൈ ചെയ്തു, അവിടെ വന്നു. അപ്പോൾ ഈ റിട്ടേൺ ഇതായിട്ട് ഒന്നുമില്ല. നമ്മളൊരു സ്ക്രിപ്റ്റ് തരും, അത് വായിക്കണം. അപ്പോൾ സൗണ്ട് എങ്ങനെ ഇരിക്കുന്ന അറിയാനായിട്ട് അത് വായിക്കേണ്ടത്. അപ്പോൾ നിപാത കവച കാലകേയവധം എനിക്കൊരു പദപ്രയോഗം, ഈ ഉച്ചാരണ ശുദ്ധിയൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. അതെ. അപ്പൊ നിപാത കവച കാലകേയവധം എന്നൊക്കെ പറയുമ്പോൾ അത് ആ പ്രൊണൗൺസിയേഷൻ ശരിയായിരിക്കണം. അപ്പൊ ഇതൊക്കെ അപ്പൊ ഇത് ഒരു 10-15 മിനിറ്റ് നമ്മളത് വായിക്കാനുണ്ട്. ആ ഇത് തന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് വായിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ നേരിട്ടുള്ള ഇന്റർവ്യൂ. GPS നായർ എന്ന് പറഞ്ഞ അദ്ദേഹം അവിടുത്തെ സെഷൻ ഡയറക്ടർ. അദ്ദേഹം ഡൽഹി പോയിരുന്ന ആളാണ് അവിടെ. പിന്നെ ഡൽഹിയിൽ നിന്ന് 2 പേര്. പിന്നെ ഇവിടുത്തെ മാലി എന്നും പറഞ്ഞ മാധവൻ നായർ എന്നും പറഞ്ഞ ബാലസാഹിത്യം എഴുതുന്ന മാലി മാധവൻ നായർ, കഥകളിയൊക്കെ ഒരുപാട് അദ്ദേഹം. അങ്ങനെ ഇവർ 3 പേര് 4 പേരായിരുന്നു. അപ്പൊ ഞാൻ കയറി ചെന്നു. അപ്പോൾ GPS-ന് അറിയാം, അച്ഛനെയും അമ്പലപ്പുഴ പ്രദേശത്തിൻ്റെ ഒക്കെ അറിയാം. അപ്പം എൻ്റെ ഇതൊക്കെ വെച്ചിട്ട്, നിങ്ങൾ അച്ഛനെ പോലെ അമ്പലപ്പുഴ സഹോദരന്മാരെ പോലെ നാദസ്വരം ഒരു മെയിൻ പ്രൊഫഷനായിട്ട് എടുത്താൽ പോലെ, വെറുതെ എന്തിനാ ഈ പണിക്ക് വരുന്നതിൻ്റെ കാരണം എന്തിനാ? ഞാൻ പറഞ്ഞു, അവരൊക്കെ ജീവിച്ചിരുന്ന കാലം വേറെ, ഇനിയുള്ള കാലം ഇനി എങ്ങനെ മുമ്പോട്ട് ഒരു കലയും കൊണ്ട് പോകുന്നുള്ളത് നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, ഇത്രയൊക്കെ കലയിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ഇത് മാത്രം പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അത് കിട്ടിയത് വിചാരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓർഡർ വന്നു, ഇതിനുള്ള അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് ഓർഡർ വന്നു. അപ്പം ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നമ്മുടെ പത്മരാജൻ ഫിലിം ഡയറക്ടർ, വേണു നാഗവള്ളി, ജോൺ സാമുവൽ, ഉദയഭാനു നേരത്തെ അവിടെ ഉണ്ട്, KP ഉദയഭാനു, പിന്നെ പ്രൊഡ്യൂസറായി. ഇവരൊക്കെ ആ ബാച്ച് എൻ്റെ കൂടെ ഉള്ള ബാച്ചാണ്. പത്മരാജന്റെ കൂടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം തൃശ്ശൂർ പോയി, തൃശ്ശൂരോട് മാറിയിട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് ഓർഡർ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ധൈര്യമായിട്ട്
എന്നെ അനൗൺസ്മെന്റ് ഇന്ത്യ അത് എങ്ങനെ ഇങ്ങനെ അവിടെ ഒരു ഇതുണ്ട്. ഞാനവിടെ ചെന്നു, ഞാനും ഇതിനൊക്കെ വിചാരിച്ചോണ്ട് അപ്പോൾ പറവൂർ സിസ്റ്റേഴ്സ് പറഞ്ഞ് അവരാ സീനിയർ. പറവൂർ ശാരദാമണി, പിന്നെ ശാരദാമണി അവരുടെ അനീതി, പിന്നെ ഇന്ദിരാ ജോസഫ് എന്നും പറഞ്ഞ് അവര് നമ്മുടെ ശാന്ത പി നായരുടെ ചേച്ചി ഇന്ദിരാ ജോസഫ് എന്ന് പറഞ്ഞ ഇവരൊക്കെയാണ് ഇവിടുത്തെ അനൗൺസേഴ്സ് തന്നത്. അവരാ ട്രെയിനിങ് തരുന്നത്. അവർ ട്രെയിനിങ് തരും. ഇങ്ങനെ ഒരു ഏകദേശം ഒരു മാസം ട്രെയിനിങ് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു ദിവസം തന്നെത്താൻ സ്റ്റുഡിയോയിലിരിക്കുക. നമുക്ക് എങ്ങനെ സ്റ്റുഡിയോയിൽ അങ്ങോട്ടിരുന്നാലും ആ റെഡ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ അറിയാതെ ഒരു പേടി വരുന്നു. ഇപ്പോൾ ഇത് സ്റ്റുഡിയോ ആണെങ്കിൽ അതിനപ്പുറത്ത് വേറെ റെക്കോർഡിങ് സ്റ്റുഡിയോ, അതിൻ്റെ അപ്പുറത്താണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡിയോ, അങ്ങനെ 3 ഇതായിട്ടാണ് കിടക്കുന്നത് അത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ അതും കാണാം, അപ്പുറത്തും കാണാം. അപ്പോൾ അവർ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മളിങ്ങനെ ഇതിട്ട് കഴിഞ്ഞാൽ ആ റെഡ് ലൈറ്റ് വരുമ്പോൾ ഈ ചാനൽ ഓൺ ചെയ്തിട്ട് നമ്മൾ അനൗൺസ് ചെയ്യണം. അപ്പോൾ ഒരു മാസമായി ഏകദേശമൊക്കെ ഒരു രൂപത്തിലാക്കാൻ ഇതൊക്കെയായി. അപ്പോൾ ചലച്ചിത്രകാരങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് അനൗൺസറെ കൊണ്ടുപോയി. അപ്പം ഞാൻ വച്ച് കാച്ചി ഒരു ഒച്ച വളരെ വച്ച് കാച്ചിട്ട് ആകാശവാണി ഇന്ന് ചലച്ചിത്രകാരങ്ങൾ കേൾക്കാം, ഇന്നാര് പാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചയിലൊക്കെ വച്ച് കാച്ചി. എല്ലാവരും അന്ന് ഈ പഴയ പാട്ടൊക്കെ ആയിരുന്നു, പുതിയ പാട്ടൊന്നുമല്ല. അവർ ഒരു മുക്കാൽ മണിക്കൂർ ഏകദേശം ഒരു 9 മണിക്ക് രാവിലത്തെ പരിപാടി തീരും. പരിപാടി തീർന്നു കഴിഞ്ഞ് നേരെ ആ വഴുതക്കാട്ടിലൊരു ഹോട്ടലിൽ രാവിലെ പോയി. കുടുംബമൊന്നും കൊണ്ട് ആയിട്ടില്ല, അതുകൊണ്ട് അവിടെ ഒരു ഹോട്ടലിൽ പോയി കാപ്പ് കുടിക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പം അവൻ രാവിലെ വെളുപ്പിന് പോലെ റേഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചേക്കും. അവിടെ ഇങ്ങനെ കാപ്പി വെച്ചിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അപ്പുറത്ത് വന്നിരുന്നു. അപ്പം അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോയി. ഇന്ന് ഒരുത്തർ അവിടെ ആ ചലച്ചിത്രം കാണുന്നുണ്ടെന്ന് പറഞ്ഞോട്ട് എന്തൊരു കൊലവിളിയാ അവിടെ. അത് കേൾക്കാൻ സാധിച്ചു. ഞാൻ ചുമ്മാ കിടന്ന് കൊലവിളി വിളിച്ച് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് ഉള്ള പഴയ പാട്ടുകളും വെച്ചോണ്ട് ഇവൻ കൊലവിളി രാവിലെ എഴുന്നേറ്റ് എന്ത് എനിക്ക് കഴിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളുടെ വലിയ കാര്യം സാധിച്ചെന്ന് പറഞ്ഞ് ഞാനോട് അവിടെ വന്ന് കുതിരിക്കുന്നത്. കാരക്കുറിച്ചിയായിട്ടുള്ള ഒരു അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? കാരക്കുറിച്ചി എറണാകുളം നാഗസ്വരത്തിലെ ഗാനഗന്ധർവനാണ് വസ്തു പറഞ്ഞത്. നാസുരത്തിന്റെ ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ വായിച്ചോണ്ട് പോയാൽ നമ്മൾ അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കും. ആ ഒരു മാസ്മരികത ആ വായനയിലുണ്ടായിരുന്നു. ആ വായന ഞാൻ അനുഭവിച്ചത് എനിക്കൊരു 15-16 വയസ്സുള്ളപ്പോൾ നമ്മുടെ കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ആദ്യമായിട്ട് കാരക്കുറിച്ചി വരികയാണ്. അന്ന് വൈകുന്നേരം 5 തൊട്ട് 9 വരെയാണ് അദ്ദേഹത്തിൻ്റെ കച്ചേരി അവിടെ. ആദ്യത്തെ 1-2 കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ സദസ്സിനുടെ ആവശ്യപ്രകാരം ആഭേരി രാഗവും നഗ്മോമോ എന്നൊരു കീർത്തനവും അതാണ് വായിച്ചത്. ഈ ആഭേരി രാഗം 1.5 മണിക്കൂറും കീർത്തനം എല്ലാം കൂടെ ഒരു 2 മണിക്കൂർ, അങ്ങനെ 3.5 മണിക്കൂർ അദ്ദേഹം അത് വായിച്ചു. ആ ആഭേരി രാഗം അങ്ങനെ എവിടേക്കോ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ നമ്മളെ എവിടെയൊക്കെയോ കൊണ്ടുപോവുകയാണ്. നമ്മളെ ഇവിടുന്ന് അല്ല, ഇവിടെ ഇരിക്കുകയല്ല, ആ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയി. അവിടെ മാസം അന്നത്തെ ഒരു സദസ് ഞാൻ അന്തം വിട്ടുപോയി. എനിക്ക് അറിയാൻ പറ്റാത്തൊരു കൊച്ചു പ്രായമാണെങ്കിലും ഞാൻ അതിൽ ഞാൻ മയങ്ങിപ്പോയി. വസുപ്രായം അടുത്ത ദിവസം പേപ്പറിൽ ഒരു പടം ഉണ്ടായിരുന്നു. കാരക്കുറിച്ചി എറണാകുളത്തിൽ നാഗസ്വരം ആസ്വദിക്കുന്ന സദസ്സെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടമായിരുന്നത്. അത് വാസ്തവത്തിൽ അത് അത്രത്തെ മയക്കുന്നൊരു സ്വഭാവമായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് 2000 പിന്നെ എനിക്കൊരു 20 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വന്നത്. അപ്പം ഞാൻ BA പഠിച്ചുകൊണ്ടിരിക്കുക. അന്നിവിടെ തിരുനക്കര അമ്പലത്തിൽ അദ്ദേഹം പള്ളിവേട്ട 2 ദിവസം അദ്ദേഹം വായിക്കുക. പള്ളിവേട്ട ദിവസം അദ്ദേഹം വൈകുന്നേരം അവിടെ തിരുനക്കര അമ്പലത്തിൽ ആനക്കുട്ടിൻ്റെ അവിടെ ഇപ്പുറം മാറി നിന്ന് വായിക്കുമ്പോൾ ഏകദേശം ഒരു 7:30-8 മണിയായി.
മെയിൻ രാഗം ഹേമാവതി രാഗം വായിച്ചുകൊണ്ടിരിക്കുക. അതിന് ഞാൻ മേളിൽ ഇങ്ങനെ വിസ്തരിച്ച് സഞ്ചാരം നടത്തി കുടിക്കുമ്പോൾ ഈ തിരുനക്കര കൊച്ചുകൊമ്പൻ എന്ന് പറഞ്ഞ ഒരു ആനയുണ്ട്. ആന ഇങ്ങനെ ഈ ബിംബം അദ്ദേഹം ആ ആനയുടെ തലയിലാണ് വച്ചിരിക്കുന്നത്. ഈ ആന സാധാരണ ആന ഇങ്ങനെ ചെറിയ ഇങ്ങനെ നമ്മുടെ ചെവി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ഈ മേലിലോട്ട് പോകുമ്പോൾ സ്ഥലം ഇങ്ങനെ വിസ്തരിച്ച് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, അത് അനക്കുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ വിസ്തരിച്ച് കുറേ നേരം ഒരു 10-15-20 മിനിറ്റ് ഇങ്ങനെ വിസ്തരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ആളുടെ പോകുമ്പോൾ ഈ ചെവി ഇങ്ങനെ പയ്യാനേക്കും. ഇങ്ങനൊരു 3-4 പ്രാവശ്യം ഞാനിത് കണ്ടു വന്നു. അപ്പോൾ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും സംഗീതം ആസ്വദിക്കുന്നുണ്ടെന്നുള്ളൊരു ഉദാഹരണമല്ല എനിക്കത് കണ്ടത്, ഞാൻ നേരിട്ട് കണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വാസം പറഞ്ഞാൽ ആ ആനയുടെ ആ ചെവി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നതും ആ വായന ശ്രദ്ധിക്കുന്നതും ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള വായനയാണ് അദ്ദേഹത്തിന്റെ ഇതന്നെ. അപ്പൊ അദ്ദേഹം അതിന് അടുത്ത ദിവസം രാവിലെ പിന്നെ അച്ഛൻ്റെ വലിയൊരു സുഹൃത്താണ് ഈ കാര്യക്കുറിച്ച് എറണാകുളം. അപ്പൊ അദ്ദേഹം അച്ഛൻ ക്ഷണിച്ചതനുസരിച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പോൾ ഒരു 10-11 മണിയായപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ അപ്പൊ ഞാനിങ്ങനെ മാറിയിരിക്കുക, ആരാധനയോട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഈ രാജേന്ദ്ര പ്രസാദിനോട് അവരോട് വാങ്ങിക്കുന്നൊരു ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് ഞാൻ സംസാരിച്ചുകൊണ്ട് ഞാൻ യാദൃശ്യമായിട്ട് കാര്യക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ അത് ആര് അത് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞ എൻ്റെ മകനാ. നാസറത്തിന് ഇതിന് മ്യൂസിക്കലി ഇങ്ങനെ ഇത് കിട്ടിയതാണ് വീട്ടിൽ പ്രസിഡന്റ്. അവനെന്തോ ചെയ്യുന്നു, അവനിപ്പോൾ BA പഠിച്ചുകൊണ്ടിരിക്കുക. ഈ സാധാരണ ഈ തൊഴിലുള്ളവരാരും പിന്നെ 10 വരെ പഠിക്കത്തില്ല. BA പഠിച്ചിട്ട് നാസർ ബേസിക്കലിയാണ്. അവനെ കൂപ്പിടാൻ പറയുന്നു. എന്നെ വിളിച്ചു ഞാൻ കറക്കെ കുറിച്ച് தம்பி அந்த படம் பார்த்து ரொம்ப நல்லா இருந்து. நீ BAக்கு படிச்சுட்டு நாசரம் வாசிக்கிறீங்க. எங்க நாசர கொடுத்தக்க ஒரு நல்ல அற்புதமா இருக்கு. நீ நல்லா வரும். ஒரு எல்லா ஆண்டவன் எல்லாம் நல்ல அறிவு கிடைக்கும் போது ഇത് കൂടെ എന്തിനാ വാക്ക്? ആ മഹാ ഗന്ധർവന്റെ കിട്ടിയത് ഒരു വാക്ക്, ബിസ്മില്ലാഹിന്റെ കിട്ടുന്ന ഒരു വാക്ക്. ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ പുണ്യങ്ങൾ എന്ന് പറയുന്നത്. ചെമ്പയുടെയും അതുപോലെ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെയും അനുഗ്രഹങ്ങൾ. അതെന്റെ അദ്ദേഹത്തിന് പോയി ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ജോലി കിട്ടുമ്പോൾ അതിനെ കാര്യം പോയി നോക്കി നീ നന്നായി വാദം പറഞ്ഞിട്ടുണ്ട്. ഈ അനുഗ്രഹമൊക്കെ വേറെ എവിടെ കിട്ടുന്നത്? ഒരു കലാകാരന് കിട്ടാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. കരുണാനിധി എനിക്ക് ഈ തമിഴ്നാട്ടിലെ കച്ചേരിക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള കച്ചേരി അല്ല. അവിടെ ഒരു ദിവസം പിന്നെ ഇതാണെങ്കിൽ ദാസരം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു 2 മണിക്കൂർ പാട്ട് കച്ചേരി അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം നാസരം പിന്നെ ഡാൻസ് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ഒരു ദിവസം നാസരാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നാസരം. ആ നാസരം അവിടെയൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ വായിക്കുമ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടെ ഒരു 2 മണിക്കൂർ വായിക്കണം. ഒരു 5 മണിക്ക് 2-3 മണിക്കൂർ 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7-7:30 വരെ അവിടെ വായിക്കണം. അത് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനിൽ ഒരു 2 മണിക്കൂർ വായിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ജംഗ്ഷനിൽ അവിടെ ഒരു 4 മണിക്കൂർ, അവിടെയാണ് മെയിനായിട്ടൊരു സംഗതി. അവിടെ ഒരു 4 മണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് 2-3 സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ 6-7 മണിയാകുമ്പോൾ അമ്പലത്തിൽ ചെന്നിട്ട് വായന നിർത്തത്തുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ടാണ് വായിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ സേലം മാരിയമ്മൻ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇതുപോലെ ഈ ജുവലേഴ്സിന് ഇവർ ആഭരണക്കടക്കാർ പുതിയ ആഭരണങ്ങൾ വാങ്ങിച്ച ദേവിയെ അണിയിച്ച് അവരുടെ രഥത്തിൽ അണിയിച്ച് നേരെ അവിടെ കൊണ്ട് നിർത്തും. അതിൻ്റെ മുമ്പിൽ സ്റ്റേജ് ഇട്ട് ഞങ്ങൾ കച്ചേരി നടത്തും. രാത്രി ഒരു 9 മണിക്ക് ആരംഭിച്ചാൽ നേരം വെളുത്ത് 7 മണി കഴിയുമ്പോഴാണ് അത് നിർത്തുന്നത്. അതുവരെ അവിടെ ഇരിക്കുക, ആളുകൾ പോകത്തില്ല. അത് കേട്ടുകൊണ്ട് വായി ഒരു രാഗമൊക്കെ 2-3 മണിക്കൂറൊക്കെ നമ്മൾ വായിച്ചാലെങ്കിൽ അവർക്ക് നമ്മൾ സമ്മതിക്കുന്നില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെടുമ്പോൾ അത് ഈ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി രക്തം വരും. വാസ്തവം പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഒരു കയ്യകാരൊക്കെ നനക്കാനൊക്കത്തില്ല.
പോയി കിടന്നു കഴിഞ്ഞാൽ ജൈവം പിടിച്ചാൽ പോലും നമ്മൾ അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവിടുത്തെ കച്ചേരികളൊക്കെ നടക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് തെരഞ്ഞെടുപ്പിലൊക്കെ വായിക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റാലിൻ്റെ ഇപ്പോഴത്തെ ഈ കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ്റെ കല്യാണ റിസപ്ഷന്. അപ്പം തിരുവങ്കാട് സുബ്രഹ്മണ്യ വിളാമ്പറത്തെ നാസർ വിദ്വാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ക്ഷണിച്ചു ഇതുവരെ വായിക്കും. അപ്പം ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, നാസറം വായിക്കുന്നതാണെന്നൊക്കെ അദ്ദേഹത്തിനൊക്കെ മനസ്സിലായിരിക്കും. അങ്ങനെ കൊണ്ട് വായിച്ച ഇത് തിരുവങ്കാട് തിരുശാമ്പള്ളിക്ക് അടുത്തായിട്ട് കല്യാണ റിസപ്ഷൻ. അപ്പോൾ വൈകുന്നേരം ഒരു 5 തൊട്ട് 7:30 8 മണി വരെ നാസറും ഞാൻ. അത് കഴിഞ്ഞ് 8 മണി തൊട്ട് 10:30 11 മണി വരെ ബാലമുരളി കൃഷ്ണയുടെ പാട്ട്. സ്റ്റാലിനും പിന്നെ വൈഫും വരുന്നേ ഉള്ളൂ. അപ്പം അതിനു മുമ്പായിട്ട് എൻ്റെ കച്ചേരി ഞങ്ങൾ വായിച്ച് കുറച്ച് 2 കീർത്തനം കഴിഞ്ഞപ്പോഴാണ് ഇത് വരുന്നത്, കരുണാനിധി വരുന്നത്. വന്ന് കുറേ നേരം ഇരുന്ന് അതെല്ലാം കഴിഞ്ഞ് കച്ചേരി കഴിഞ്ഞ് എന്നെ വിളിച്ച് അടുക്കലിരുത്തി. സാധാരണമായിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് എല്ലാം നാസർ വിദ്വാൻമാരെല്ലാം പോകുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ മുതത്താൻ ഇപ്പോൾ ഒരു വിദ്വാൻ ഇഞ്ച വന്ന് വാസിക്കരുത്, അതും ഒരു ഗ്രാജുവേറ്റ് ரொம்ப നല്ല വാശി, ரொம்ப നല്ല വാശി എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ടൊക്കെ എന്നെ വേണ്ടി അത് ഫോട്ടോ കൊണ്ട് പഴയ ഫോട്ടോ ഇവിടെ പോട്ടെ അതിങ്ങനെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വളരെ വളരെ മുമ്പുള്ള തന്നെ ചെയ്ത് 2000 മുമ്പായിട്ട് 1998 തോന്നുന്നു എനിക്ക് തമിഴ് സീരിയൽ ഇസൈ പേരറിഞ്ഞർ എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് കലൈമാമണി കിട്ടി, അവിടുത്തെ ജയലളിത തന്ന് കിട്ടും. അത് തമിഴ്നാട് സർക്കാരിന്റെ അവാർഡാണ്. സർക്കാരിന്റെ അവാർഡ് കലൈമാമണി എന്ന് പറഞ്ഞു. ഇത് തമിഴ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധ വിദ്വാൻമാർക്കേ കൊടുക്കത്തുള്ളൂ അവർ ഈ അവാർഡ്. അപ്പം അങ്ങനെ ഇസൈ പേരറിഞ്ഞർ എന്ന് പറഞ്ഞാണ്. ഇസൈ പേരറിഞ്ഞർ എന്ന് പറഞ്ഞാൽ ഇസൈ എന്ന് പറഞ്ഞ സംഗീതം, ആ സംഗീതത്തിൽ പേരെടുത്തവർ നല്ല ഒരു ആണ് എൻ്റെ അർത്ഥമാണ്. അപ്പോൾ അതിന് ഡോക്ടർ കരുണാനിധിയാണ്, അദ്ദേഹമാണ് തരുന്നത്. ഭയങ്കര അദ്ദേഹത്തിൻ്റെ വാചകം പറയുമ്പോൾ നമുക്ക് അദ്ദേഹം അവിടെ വന്നു നിങ്ങളുടെ ഇങ്ങനെ ശ്രദ്ധിക്കുക അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം പറഞ്ഞത് തിരുവിള ജയശങ്കർ ഇത് കേട്ടപ്പോൾ ഒരു ബ്രാഹ്മിൻ ആണെന്ന് ഞാൻ നിனைச்சത്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം പറയുന്ന രീതി. ஆனால் ஒரு பிராமனுக்கு வந்து நாசனம் வாசிக்க முடியாது. என்னவென்றால் நாதஸ்வரம் வந்து ரொம்ப தம் பிடிச்சு வாசிக்க வேண்டிய ஒரு வாத்தியம், ராஜவாத்தியம். தம் பிடிக்கணும். தம் பிடிக்கணுமானால் நான் வெஜிடேரியன் சாப்பிடணும். சாம்பார் ரசம்லாம் சாப்பிட்டா தம் பிடிக்க முடியாது. ഒരേ അപ്ലാസ്, ഭയങ്കര അപ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അപ്ലാസ് അത്ര ആചാരമായിട്ട് പറഞ്ഞ് വലിയ കാര്യമായിട്ട് പറഞ്ഞ് അദ്ദേഹമാണ് കണ്ടാന്ന്. ഇതൊക്കെ ഈ 2 അവാർഡും കിട്ടിയ വേറെ ഒരുത്തരും ഇല്ല നമ്മുടെ മലയാളത്തിൽ. അതെ, കലൈമാമണിയും തമിഴ് ഇത് ഈ 2 അവാർഡും വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അതുപോലെ ഈ ശ്രീലങ്കയിൽ ഈ വെടിയൊച്ചകൾക്കിടയിൽ ഒരു പരിപാടി നടത്തിയ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീലങ്കയിൽ ഞാൻ 3 പ്രാവശ്യം ഞാൻ വലിയ പിടി കൂടെ വായിച്ചു. 3 പ്രാവശ്യം. 3ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ കച്ചേരി വായിച്ചോണ്ടിരിക്കുക മുരുകൻ കോവിലില്. കച്ചേരി ഇങ്ങനെ വായിച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര പിടിവെച്ച് കിട്ടും ദൂരെ. എല്ലാവരും ഞെട്ടിപ്പോയി വാസം പറഞ്ഞല്ലോ. ഉടനെ ലൈറ്റെല്ലാം ഓഫായി ഒരു ഡാർക്ക്നെസ് ഇതായി പോയല്ലോ. എല്ലാവരും അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അതൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പോലീസ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെ കൊണ്ടുവന്ന് വരെ നേരെ ഞങ്ങൾ ബസ് ഇതെ കൊണ്ട് അവിടെ ആക്കി. അത്ര ഒരു വല്ലാത്തൊരു സീരിയസ് അവസ്ഥയെ പേടിച്ചു പോയി വന്നു പറഞ്ഞു.